എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പഞ്ചാബി മട്ടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ഷാൻഡി നമ്മളൊരു ജ്വല്ലറിയുടെ വീഡിയോ കണ്ടിരുന്നില്ലേ, അതിനകത്ത് ഒരുപാട് മാലയും വളയും ഒക്കെ ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്ത് ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു വലിയ കുക്കാണ്. അപ്പം എനിക്കന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ആ റെസിപ്പി ചോദിച്ച് പഠിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടൺ 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകം, അതായത് ചെറിയ ജീരകം, പിന്നെ മഞ്ഞൾ, ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് വെളുത്ത എള്ളാണ്, കസ്കസ്, കസൂരി മേത്തി പൊടിച്ചത്, പെപ്പർ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, സവാള 3 ചെറിയ സവാള ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഈ പറഞ്ഞ കസ്കസും വെളുത്ത എള്ളും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഉപ്പ്, ഇത് ഒരു ടൊമാറ്റോ നല്ലപോലെ അടിച്ചെടുത്തതാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചേക്കുകയാണ്. ഇത് ബേ ലീഫ് 1 മതിയാവും. ബേ ലീഫ് എന്ന് പറയുന്നത് വഴണയില എന്നും മലയാളത്തിൽ പറയും. പട്ട, ഇത് 1 ഏലക്ക, ഇത് തക്കോലം, അതിൻ്റെ ഒരു ചെറിയ പീസ്, 7-8 ഗ്രാമ്പൂ ഉണ്ട്, പിന്നെ മല്ലിയില, ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിഷെന്ന് പറയുന്നത് പഞ്ചാബി മട്ടൺ കറി ആയതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സെസ്മി ഓയിലോ അങ്ങനെ വേറെ ഓയിലായിരിക്കുമല്ലോ, കടുകെണ്ണയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അതിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം വേണ്ടത് ഈ മട്ടൺ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മട്ടണിലേക്ക് കുറച്ച് മഞ്ഞൾ, അതായത് 1/2 സ്പൂൺ ഇല്ല, ഇത്രയും ഇട്ടു. പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് വേണ്ട അത്രയും ചേർക്കുക. അതും 1/4 സ്പൂൺ ടു 1/2 സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിനകത്ത് കുറച്ച് സവാള ഇരിക്കുന്നുണ്ടല്ലോ, അത് വഴറ്റണം. അപ്പം ഈ കുക്കറിലാണ്, ഇതെൻ്റെ ചെറിയ കുക്കറാണ്, ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. അടുപ്പ് കത്തിക്കുകയാണ്. അപ്പം പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതിയാവും. എന്നുവെച്ചാൽ ഇപ്പം ഒരു സവാള ചെറുതാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. എണ്ണ ചൂടായാൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ മട്ടൺ ആയതുകൊണ്ട് കുറച്ച് മതി, ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ. ഒരുപാടങ്ങ് മൂക്കണ്ട, ഒന്ന് വഴണ്ട് ആ ഒരു പച്ച മണമൊക്കെ മാറുക. ഇത് കഴിഞ്ഞ് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഏകദേശം വേണ്ട സവാളയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്തു, എന്നാൽ ബ്രൗൺ ആയിട്ടും ഇല്ല. അപ്പം ആ ഒരു പരുവത്തിൽ ഒന്ന് വഴണ്ട മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ മട്ടൺ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൽ തന്നെ മഞ്ഞളും കുരുമുളകൊക്കെ ഉണ്ടല്ലോ, ഉപ്പുമുണ്ട്. ഈ മീറ്റ് ഒന്ന് വൈറ്റ് ആവുന്നവരെ, ആ നിറം മാറി റെഡ് കളർ മാറി ഒന്ന് വൈറ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കുക.
അങ്ങനെ മട്ടൺ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടോ കളറൊക്കെ ചേഞ്ച് ചെയ്ത് റെഡ് കളറൊക്കെ മാറി ലൈറ്റായി. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം, ആ വെള്ളമാണ് ഗ്രേവി ആയിട്ട് വരുന്നത്. അപ്പം മട്ടൺ സ്റ്റോക്കായിട്ട് മാറും. അപ്പം ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഞാൻ കണക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഏകദേശം 1 കപ്പിൽ കൂടുതൽ 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി ഇത് വെന്തൊക്കെ കഴിയുമ്പോൾ വഴറ്റി വരുമ്പോൾ ആ സമയത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ വെള്ളത്തിൽ കുക്കർ അടച്ച് വെച്ച് 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ വേവട്ടെ. ഒരു 7 വിസിലെങ്കിലും വരണം. അടയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് 15 മിനിറ്റ് വേവിക്കുക. ഈ പാത്രം വെച്ചിരിക്കുകയാണ്. അടുപ്പും കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാത്രം ഏകദേശം ചൂടായി. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ സ്പൈസസ് ഉണ്ടല്ലോ അത് പൊട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പം ഈ വെച്ചിരിക്കുന്ന പട്ട, ചെറിയ പീസസ്, ഗ്രാമ്പൂ, 1 ഏലക്ക, തക്കോലം, പിന്നെ ഈ ബേ ലീഫ്. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പം ചെറിയ ജീരകം ഇടാം. പെരുംജീരകം എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ പൊടിച്ചതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല, പിന്നെ ഇടുന്നുള്ളൂ. ഒന്ന് മണം മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാകും, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് സവാള അരച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. ജീരകമൊക്കെ മൂത്ത് തുടങ്ങി. ഇനി 3 ചെറിയ സവാളയാണ് അരച്ച് അതിൻ്റെ വെള്ളം അരച്ചതിന് വെള്ളം നല്ലപോലെ ഉണ്ടേ. ഇപ്പോൾ അരച്ച സവാള അതിൻ്റെ ടൈം എടുക്കും കേട്ടോ, ഇതൊന്ന് വഴണ്ട് വരാൻ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാള വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കസ്കസ്, വെളുത്ത എള്ള്, 1 പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, 10-15 വെളുത്തുള്ളി, കസ്കസ് 1/2 സ്പൂൺ, അതുപോലെ തന്നെ വെളുത്ത എള്ളും 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 പച്ചമുളക് ഇത്രയുമാണ് അരച്ചിരിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ ഈ എള്ളും പിന്നെ കസ്കസ്, ബേ ലീഫ്, ജീരകം ഇതൊക്കെ അവരുടെ ഒരു സ്ഥിരം ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് സ്റ്റീൽ പാത്രമായതുകൊണ്ട് മറ്റേ നോൺ സ്റ്റിക്ക് പോലല്ല, ഇച്ചിരി ഈ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പിടിക്കും. അപ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ട് മണമൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ ഒഴിച്ചാൽ കൂടുതൽ പെട്ടെന്ന് വഴണ്ടും. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുക്കുന്നു. മട്ടൺ വെന്തുകൊണ്ടിരിക്കാനായിട്ടില്ല. ഇപ്പം 10 മിനിറ്റോളം ആയി.
നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി വെന്തോ നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അടച്ചു വെച്ച് പിന്നെ ഒരു 5-10 മിനിറ്റ് കൂടെ വേവിക്കേണ്ടി വരും. അപ്പം ഏകദേശം വഴണ്ടു. ഇനി കാൽ സ്പൂൺ മഞ്ഞൾ, 1 2 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇത് എരിവിന് ആവശ്യത്തിന്. ഇപ്പോൾ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് നമുക്ക് മുളക് പൊടി നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതും അതുപോലെ തന്നെ 3-3.5 സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. സാദാ ചില്ലിയും കാശ്മീരി ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. അപ്പോൾ എരിവും ഉണ്ട്, നിറവും ഉണ്ട്. ഈ പൊടി ഒന്ന് മൂക്കണം. ഈ സമയത്ത് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഇട്ടു. ഇനി ഒരല്പം കൂടി ഇടാം. വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ ഒന്ന് വഴണ്ട് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് ആ തക്കാളി അരച്ച് വെച്ചേക്കുന്നത്. ഒരു തക്കാളിയാണ് അത് അരച്ച് വെച്ചേക്കുന്നത്, ചേർക്കാം. ആ ഒരു മണത്തിലാണ് നമുക്ക് മൂത്തോ ആയോ പരുവോ ആയോ എന്ന് നമ്മൾ അറിയുന്നത്. കാണാനൊരു ഗ്ലാമർ തോന്നൂല. ഇനി നമ്മൾ ആ ഗ്രേവിയൊക്കെ ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് ആ കറക്റ്റ് ഭംഗി കിട്ടുക. ഇങ്ങനെ ഒന്ന് 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റട്ടെ. അങ്ങനെ കുറച്ച് നേരം വേണ്ട ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നു. ഇനി ഒരു തക്കാളിയാണ്, വലിപ്പം ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ അല്പം വെള്ളം കൂടെ, മിക്സി കഴിയ വെള്ളം കൂടെ ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബ്ലാൻഡ് ചെയ്തൊന്നും അല്ല, പച്ച തക്കാളിയാണ്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ഇതും ഇനി ഒന്നിങ്ങനെ വഴറ്റി ആ പച്ചമണം മാറണം. എണ്ണ തെളിയണം എന്നൊക്കെ പറയാനിപ്പം അധികം എണ്ണ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഗ്രേവി അത്യാവശ്യം ആയില്ലേ? ഇതേണ്ട ഇങ്ങനെ അരച്ചത് കൊണ്ട് നല്ലപോലെ തിക്ക് ഗ്രേവി ആയിരിക്കും അല്ലേ? ഈ കറി നമുക്ക് ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. ഇല്ല ഇല്ല. ഈ കറി നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പത്തിരി, വൈറ്റ് റൈസ് ഒക്കെ കൂടെ നന്നായിട്ട് പോകും. മട്ടൺ അങ്ങനെ 15 മിനിറ്റോളം വേവിച്ചു. കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടാണ്. ഞാനത് പ്രസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മുറിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇവിടെയും ദേ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് വഴണ്ടു. തക്കാളിയൊക്കെ ഏകദേശം ആയി. ഇനി നമുക്ക് ഈ മട്ടൺ ഗ്രേവിയോടൊപ്പം ഇതിനകത്തേക്ക് ചേർക്കാം. ആദ്യം അല്പം വെള്ളം ചേർത്തു.
നമ്മൾ ആദ്യം ചേർത്ത വെള്ളമേ ഉള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഈ അരപ്പിൻ്റെ മിച്ചം ഇരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് ഒന്നും വേസ്റ്റ് ചെയ്യണമൊന്നുമില്ലല്ലോ. ഇപ്പോഴായിരിക്കും പഞ്ചസാര ആഡ് ചെയ്യുന്നല്ലേ? പഞ്ചസാര എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിന് എത്ര സ്പൂൺ ആഡ് ചെയ്യേണ്ടി വരും? ഒരു ടീസ്പൂൺ, ഒരു നുള്ളല്ലെങ്കിൽ 1/4 സ്പൂൺ മതിയാവും. ഒരുപാട് വേണ്ടല്ലോ. ജസ്റ്റ് ആ ഒരു തക്കാളിയുടെ പുളിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പം ഉള്ളി തന്നെ മധുരമല്ലേ, ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് അല്പം ചേർക്കാം. ഇല്ല ഇല്ല. ഉപ്പ് നോക്കണം. ഞാൻ ഇട്ടതാണ് ആ വീട്ടിൽ കഴിച്ചത്, അടിപൊളിയായി. പിന്നെ ഇടാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉപ്പ് കുറവാ. ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേൻ്റെ ഒരു സന്തോഷത്തിന് വേണമെങ്കിൽ ഒരു നുള്ളുപ്പ് ചേർത്തേക്കാം. കുറേ നേരമായിട്ട് പഞ്ചസാരേന്ന് ഉപ്പ് ചേർത്തു, ഇനി പഞ്ചസാര. ദേ ഇത്രയും പഞ്ചസാര. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് കുക്കാവണം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പം ഈ കിച്ചൺ മൊത്തം മട്ടൻ കറിയുടെ മണമാണ്. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു. ഈ കസൂരി മേത്തി ഉണ്ടല്ലോ, ഇത് എടുത്ത് വെച്ചേക്കുന്ന ചേർക്കാം. ഇടുമ്പോഴൊക്കെ അങ്ങ് അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ അങ്ങ് മാറുകയാണ്. പോരെ? കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങാം. കഴിഞ്ഞ പരിപാടി. എളുപ്പമല്ലേ? പിന്നെ അങ്ങനെ പഞ്ചാബി മട്ടൺ ഡിഷ് റെഡി. ഇനി ഇത് സെർവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മുകളിൽ ഒന്നുകൂടെ മല്ലിയിലേക്ക് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വിളമ്പാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യുക. അങ്ങനെ ഗാർണിഷ്. റെഡി ടു സർവ് പഞ്ചാബി മട്ടൺ ഡിഷ്. അങ്ങനെ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്യാം. അത് മതി. സൂപ്പർ. കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഗ്രേവി ഒക്കെ നല്ല തിക്ക് ഗ്രേവി. എല്ലാവരും ഒന്ന് ഈ കറി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അലക്സ് അഞ്ജന വ്ളോഗ്സ്. ബൈ. ബൈ.